ഇരുന്ന് നിലത്തിരുന്ന് ചോറുണ്ണാൻ പറ്റാത്ത വിധം വേദന. വയസ്സാകുന്നതിന്റെ ഒരു ലക്ഷണമാണ് വാദം എന്നുള്ളൊരു ധാരണ. മുട്ട നിർത്തണോ? മുട്ടയുടെ വെള്ള പ്രോട്ടീനാണ്, ഹൈ പ്രോട്ടീനാണ്. താറാമുട്ടയുടേതായാലും ഏത് മുട്ടയായാലും ശരി, എല്ലാ രോഗങ്ങൾക്കും കാരണം ഈ അസിഡിറ്റിയാണ്. ഈ അസിഡിറ്റി പല കാരണങ്ങൾ കൊണ്ട് വരും. വാതരോഗികൾക്ക് കുക്കുംബർ കുടിക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മുട്ടുവേദനയൊക്കെ വന്നു വരും, കാര്യാക്കണ്ട. ഇന്നത്തെ നമ്മുടെ വിഷയം വാദം, അതായത് വാതരോഗം എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. സാധാരണഗതിയിൽ വാദം എന്ന് പറയുന്നത് മുട്ടുവേദന. ആയുർവേദം പറയുന്ന വാദമല്ല ഞാൻ പറയുക, സാധാരണ രോഗികൾ പറയുന്ന വിഷമങ്ങൾ. അത് ശരിക്കും ഈ വാദം എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട രോഗമാണ്. മുട്ടുവേദന, കുന്തക്കാലയിൽ ഇരിക്കാൻ പറ്റില്ല, നിലത്തിരുന്ന് ചോറുണ്ണാൻ പറ്റാത്ത വിധം വേദന, പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റാത്ത മുട്ടുവേദന, കൈകാലുകളുടെ എല്ലാ ജോയിൻസുകളിലും വേദന, കൈയുടെയും കാലിന്റെ എല്ലാ ജോയിൻസിനും, കൈയുടെ മടുക്ക അത് സ്റ്റിഫായി പോവുക, കരിങ്കല്ല് പോലെ ആയി പോവുക, നിവർക്കാനും മടക്കാനും പറ്റാതെ വരിക. അതുപോലെ തന്നെ ആദ്യം ഇതിന്റെ തുടക്കം ഒന്ന് മടങ്ങിക്കഴിഞ്ഞാൽ അത് തുറക്കണമെങ്കിൽ ടക്കെന്ന് തുറക്കും, ഒരൊച്ചയോടുകൂടി ടക്കെന്ന് തുറക്കുക. ഇതെല്ലാം പിന്നെ ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവുക. ഓരോ ഡിസ്കിന് പേരിട്ടിട്ടുണ്ട്, ആ പേര് ഇത്ര നമ്പർ ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന ഒരു സാധനം. ചിലരുടെ കുഴ തെറ്റിപ്പോവുക, തോളില്ലെങ്കിൽ കീഴ്പോട്ട് ഇടിഞ്ഞു പോവുക. ഇതെല്ലാം തന്നെ ഒരേ കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. ഇതിലൊക്കെ പലതും ഒക്കെ ആയിരിക്കും ഈ വാദം എന്ന് പറയുന്ന ഗണത്തിലേക്ക് നമുക്ക് വിടുക. വാതരോഗം എന്ന് പറയുന്നത് അതിനെ ഇപ്പൊ മനസ്സിലാക്കി വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാല്, കുറെ പേര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വയസ്സായാൽ വാദം വരും. വയസ്സല്ലേ വാദം, അതിന്റെ വയസ്സാകുന്നതിന്റെ ഒരു ലക്ഷണമാണ് വാദം എന്നുള്ളൊരു ധാരണ. മറ്റൊന്ന്, വന്നാൽ മാറില്ല എന്നതാണ്. ഈ വാദം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറില്ല എന്നതാണ്. ഈ രണ്ട് ധാരണകളും തെറ്റാണ്. വയസ്സാകുമ്പോൾ വാദം വരേണ്ട ഒരു കാര്യമില്ല. തേയ്മാനം കൂടും, അത് മേക്കപ്പ് ചെയ്യാൻ പഠിച്ചാൽ പോരെ. ശരീരത്തിനുണ്ടാകുന്ന ആ തേയ്മാനങ്ങളെ മേക്കപ്പ് ചെയ്യാൻ നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം, മിക്കവർക്കും കൈകാല് കഴപ്പില്ല. ഇതിന്റെ കാരണങ്ങൾ 100% ഇതിന്റെ കാരണങ്ങൾ, എല്ലാ രോഗത്തിന്റെയും കാരണം അസിഡിറ്റിയാണ്. അസിഡിറ്റി, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അസിഡിറ്റി 99.9% രോഗങ്ങളും അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് മനുഷ്യ രക്തത്തിന്റെ pH, ഈ pH-ഉമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രോഗങ്ങൾ മുഴുവൻ. ആൽക്കലൈൻ മീഡിയത്തിൽ എല്ലാ രോഗങ്ങളും പമ്പ് കിടക്കും. മനുഷ്യ രക്തത്തിന്റെ pH ഒക്കെ നമ്മൾ pH-നെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. 7.35-നും 7.45-നും ഇടയിൽ 0.10 ഉള്ളൂ. ഇതിന്റെ ഇടയിൽ നിലനിർത്താൻ നമ്മൾ പഠിച്ചാൽ നമ്മളുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാം. ഇന്ന രോഗമാണോ ഇല്ലെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഫസ്റ്റ് ഇപ്പൊ നമ്മുടെ തന്നെ പേഷ്യൻസിന് എല്ലാവർക്കും എഴുതി കൊടുക്കുന്ന കാര്യം ഇതാണ്. ആദ്യം പിന്നെ കുക്കുംബർ ജ്യൂസ് എന്നിങ്ങനെ എഴുതി കൊടുക്കും. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് എന്തിനാ കുക്കുംബർ ജ്യൂസ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണത്. കാരണം മുഴുവൻ രോഗത്തിന്റെയും കാരണം അസിഡിറ്റിയാണ്. അതുകൊണ്ട് തുടക്കം കുക്കുംബറിലാണ് തുടങ്ങുക. കാരണം എന്താ? 7ാം ക്ലാസ് കെമിസ്ട്രിയാണ്. കുക്കുംബർ, അസിഡിറ്റി, ആൽക്കലൈൻ. അമ്ലം ഇല്ലാതാക്കാൻ ക്ഷാരം ചേർന്നാൽ മതി. അമ്ലവും ക്ഷാരവും കൂടി ചേർന്നാൽ ന്യൂട്രൽ. ഇത് 7ാം ക്ലാസ് കെമിസ്ട്രിയാണ്. നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ച ഒരു കെമിസ്ട്രിയെ ജീവിതത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്നാൽ മാത്രം മതി. ഒരുപാട് സിലബസ് എടുത്ത് അതും ഇതും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പഠിച്ച 10ാം ക്ലാസ് വരെ പഠിച്ച എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ആസിഡും ആൽക്കലൈനും, അമ്ലം, ക്ഷാരം, ഇതിന്റെ ഗുണം, pH എങ്ങനെയാണ് അളക്കുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ആയുർവേദത്തിൽ വാതരോഗത്തിന് എന്തൊക്കെയോ വാത, പിത്ത, കഫം എന്ന് മനുഷ്യരെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്.
അതിൽ വാതരോഗം വേറെയുണ്ട്. അതൊക്കെ വേർതിരിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നമ്മൾ ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം പരിഗണിക്കുന്നില്ല. കാരണം അത് ഒരു പരമ്പര 5000 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു വലിയ ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിന് ഒരു രോഗത്തെ കണ്ടെത്താനും രോഗത്തെ വേർതിരിക്കാനും ഡയഗ്നോസ് ചെയ്യാനും ഉള്ള ഒരു മെത്തഡിന്റെ ഭാഗമാക്കി അവരെടുത്തതാണത്. ഇക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് രോഗങ്ങളെ വേർതിരിവില്ല, ഏതെങ്കിലും അവയവങ്ങളെ വേരില്ല, ശരീരത്തിനെ ഒന്നായി കണ്ടുകൊണ്ട് ആണ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇക്കോളജിക്കുള്ളത്. ആ ഇക്കോളജിയിലെ കാരണങ്ങൾ അസിഡിറ്റി ആണ്. അസിഡിറ്റി, രക്തത്തിന്റെ അസിഡിറ്റി. രക്തം ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് രക്തത്തിലുണ്ടാകുന്ന ഈ വ്യതിയാനം എല്ലാ കോശങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് pH ഈസ് ദി റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദി ബോഡി. അതായത് രക്തത്തിന്റെ pH ശരീരത്തിന്റെ റെഗുലേറ്ററി അതോറിറ്റിയാണ്. ഒറ്റ കാരണം എല്ലാവരും മനസ്സിലാക്കുക, വാദമെന്നല്ല, എല്ലാ രോഗങ്ങൾക്കും കാരണം ഈ അസിഡിറ്റിയാണ്. ഈ അസിഡിറ്റി പല കാരണങ്ങൾ കൊണ്ടുവരും. ഈ മൂല കാരണം അസിഡിറ്റിയാണ്. അസിഡിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചതല്ലേ? അസിഡിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും, വിയർപ്പ് കുറവുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഓസ്ട്രേലിയ, കാനഡ, UK, അമേരിക്ക, വിദേശ രാജ്യങ്ങളിൽ, തണുപ്പ് രാജ്യങ്ങളിൽ പോയി താമസിക്കുന്ന സകല മനുഷ്യർക്കും, സകല മലയാളിക്കും ഫാറ്റി ലിവർ ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വിയർക്കണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. മനു ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഗീതാ സേതുവും ഡോക്ടർ ദേവിയൊക്കെ അതിന്റെ തൈലം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയതാണ്. കാരണം ഇതെന്താണെന്ന് വെച്ചാല് ആധുനിക ചികിത്സാ ശാസ്ത്രമോ ആയുർവേദമോ ഇതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിയർക്കാതിരിക്കൽ ആണ് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിന്റെ മൂല കാരണം. ഫാറ്റി ലിവർ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഫാറ്റി ലിവർ ഗ്രേഡ് 1 വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് ഗ്രേഡ് 2 ആയി, ലിവർ സിറോസിസ് ആയി, ലിവർ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞു. മുഖത്ത് മുഴുവൻ കറുത്ത പാടായി, കൈകാലുകൾക്ക് നിറം മാറിപ്പോകും, മൊത്തം നിറം മാറിപ്പോകും. ഇത് അസിഡിറ്റി കൊണ്ട് തന്നെ വരുന്നതാണ്. അസിഡിറ്റി ഉണ്ടാകാൻ കാരണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. മലബന്ധം അസിഡിറ്റി, വിയർപ്പ് കുറവ് അസിഡിറ്റി, ടെൻഷൻ അസിഡിറ്റി ഉണ്ടാക്കും, ഉറക്കം നിൽക്കുന്ന ജോലി അല്ലെങ്കിൽ ഉറക്കക്കുറവ് അസിഡിറ്റി ഉണ്ടാക്കും. പിന്നത്തെ അസിഡിറ്റി ഉണ്ടാക്കണത് നമ്മൾ പഠിച്ചതാണ്. അനിമൽ പ്രോട്ടീൻ, ഇറച്ചി, മീന, മുട്ട, പാല്. പ്ലാന്റ് പ്രോട്ടീൻ, അതായത് ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്, സോയ, ഇത്തരം സാധനങ്ങൾ ചെടികളിൽ നിന്നുള്ള പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഏതും ദഹിക്കേണ്ട ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. കൂടുതൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്താൽ കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ പ്രോട്ടീൻ ദഹിച്ചു കഴിഞ്ഞാലുള്ള എൻഡ് പ്രൊഡക്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡും യൂറിയ നൈട്രജനുമാണ്. അപ്പൊ ഇത് വെളിയിൽ പോകാതെ ഉള്ളിൽ കിടന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇപ്പൊ പലരും എൻ്റെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, മുട്ട നിർത്തണോ? മുട്ടയുടെ വെള്ള പ്രോട്ടീനാണ്, ഹൈ പ്രോട്ടീനാണ്. താറാമുട്ടയുടേതായാലും ഏത് മുട്ടയായാലും ശരി ഹൈ പ്രോട്ടീനാണ്. അപ്പൊ മുട്ട നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടുക ശരീരത്തിന്? ചെറുപയർ, വൻപയർ, കടലയൊക്കെ കഴിക്കാമല്ലോ, അച്ചിങ്ങാപ്പയർ കഴിക്കാമല്ലോ, പ്രോട്ടീൻ ഉണ്ടല്ലോ. പ്രോട്ടീൻ ആവശ്യത്തിന് നമുക്കുണ്ട്. ആ ഒരുപാട് പ്രോട്ടീൻ വേണ്ട എന്നുള്ളതാണ് പ്രധാനം. എക്സസ് പ്രോട്ടീൻ പോയിസൺ ആണ്. അതായത് പ്രോട്ടീൻ, പാമ്പിന്റെ വിഷം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. അത് ബ്ലഡിൽ ചെന്നാൽ ഉടനെ ചത്തുപോയില്ലേ? ഇതേമാതിരി തന്നെയാണ് നമ്മുടെ കഴിക്കുന്ന പ്രോട്ടീനും. എക്സസ് പ്രോട്ടീൻ പോയിസൺ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് അനിമൽ പ്രോട്ടീൻ ആയാലും ശരി, പ്ലാന്റ് പ്രോട്ടീൻ ആയാലും ശരി. ഇക്കോളജിയിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കൺസെപ്റ്റ് ഇല്ല, യാതൊരുവിധ കൺസെപ്റ്റ് ഇല്ല. ഒരുപാട് പേരെ എതിർക്കുന്നുണ്ട് എന്നെ. മീൻ കഴിക്കാൻ നിങ്ങൾ പറയുന്നത് തെറ്റാണ്. തെറ്റല്ല. ഇക്കോളജി ശാസ്ത്രപ്രകാരം അത് തെറ്റല്ല. കാരണം ഞാൻ പറയുന്നത് ഇക്കോളജി ശാസ്ത്രപ്രകാരമാണ്, അല്ലാതെ ആയുർവേദമോ പ്രകൃതി ചികിത്സയുടെ സിദ്ധാന്തത്തിന്റെ ബേസിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി മതത്തിന്റെ വ്യത്യാസത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാരമ്പര്യത്തിന്റെ പരിധിയിലും അല്ല.
ഞാൻ പഠിപ്പിക്കുന്ന ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രപ്രകാരം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കൺസെപ്റ്റ് ഇല്ല. മനുഷ്യന് വിധിച്ച ഭക്ഷണമുണ്ട്. വിധിച്ചതേത്, വിലക്കപ്പെട്ടത് ഏത് എന്ന് തിരിച്ചറിയാൻ ഇക്കോളജി പഠിപ്പിക്കും. ഏതാണ് നിന്റെ ഭക്ഷണം? പ്രകൃതി വിധിച്ച ഭക്ഷണം ഏതാണ്? ആ ഭക്ഷണം കൺസ്യൂം ചെയ്യാനും ദഹിപ്പിക്കാനും സ്വാംശീകരിക്കാനും പറ്റിയ തരത്തിലാണ് നിന്റെ ബോഡി പ്രകൃതി ഡിസൈൻ ചെയ്തത്. ഇത് IMAയോ മറ്റുള്ളവരോ ഡിസൈൻ ചെയ്തതല്ലല്ലോ, പ്രകൃതിയല്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനല്ലേ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അസിഡിറ്റി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രതിവിധി. അതിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൽക്കലൈൻ കൺസ്യൂം ചെയ്യുക കൂടുതൽ. അസിഡിറ്റി ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഫുഡുകൾ പരമാവധി കുറക്കുക, ആൽക്കലൈൻ ഫുഡുകൾ കൂട്ടുക. ആൽക്കലൈനിൽ ഏറ്റവും നല്ല ആൽക്കലൈനാണ് കുക്കുംബർ, കുമ്പളങ്ങ, ചുരക്ക, പടവലങ്ങ. ഏതെങ്കിലും ഒന്ന് കഴിച്ച് ഏതെങ്കിലും ഒന്നിന്റെ നീരെടുത്ത് കുടിച്ച് pH കറക്റ്റ് ചെയ്യുക. വാതരോഗികൾക്ക് കുക്കുംബർ ജ്യൂസ് കുടിക്കാമോ? തണുപ്പല്ലേ? ഇതൊരു ഭയങ്കര സംശയമുള്ളൊരു കാര്യമാണ്. വാതരോഗികൾക്ക് കുക്കുംബർ കുടിക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മുട്ടുവേദനയൊക്കെ വന്നു വരും. കാര്യാക്കണ്ട. കാരണം തണുപ്പ് വന്നാൽ വാതരോഗം എന്ന് പറയുന്ന ആളുകൾക്ക് ഇച്ചിരി വിഷമാണ്. തണുപ്പ് വന്നു കഴിഞ്ഞാൽ വിഷമാണ്. കുക്കുംബർ തണുപ്പൊന്നുമല്ല, പക്ഷേ ചെറിയ ഒരു ആൽക്കലൈൻ ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ ഇറിറ്റേഷൻ വരും. കാര്യമാക്കേണ്ടതില്ല, കുടിച്ചോളുക. ഒരു ഗ്ലാസ് രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം 6 മണിക്കും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കുക്കുംബർ കടിച്ചും തിന്നാനാണ് പറയണത്. അത് കഠിനമായ വാദമുള്ളവര് 1 ഗ്ലാസ് കുടിക്കണ്ട, ഒരു 1/2 ഗ്ലാസ് കുടിക്കുക. 1/2 ഗ്ലാസ് കുടിച്ച് പതുക്കെ അളവ് കൂട്ടി 1 ഗ്ലാസ് ആക്കുക. ഒറ്റയടിക്ക് ചെല്ലുമ്പോൾ ചില ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ തോന്നാം. ഈ pH കറക്റ്റ് ചെയ്ത് രക്തത്തിന്റെ അസിഡിറ്റി മാറ്റിയിട്ട് കാൽസ്യം മെഗ്നീഷ്യം ആഡ് ചെയ്താൽ ഒരുമാതിരിപ്പെട്ട തേയ്മാനങ്ങൾ മുഴുവൻ, മസിലിന്റെ ഇളതാകൽ ഒക്കെ കറക്റ്റ് ആകും. കാരണം മസില് ഏറ്റവും കൂടുതൽ ഇളതാകുന്ന, ശരീരം ഇളതാകുന്നതാണ് ഇപ്പോഴത്തെ കർക്കിടക മാസം. അതുകൊണ്ടാണ് കർക്കിടക കഞ്ഞി, കർക്കിടക ശരീര ശുദ്ധീകരിക്കൽ എല്ലാം ആയുർവേദത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. കർക്കിടകത്തിൽ പത്തില, കർക്കിടക കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആ കർക്കിടക മാസത്തിൽ ശരീരം ഒന്ന് ഇളതായിട്ട് അടുത്ത മാസം വരുമ്പോ ഇത് വീണ്ടും പഴയതുപോലെ മുറുകുന്നതാണ്, ബലം വെക്കുന്നതാണ്. അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും തന്നെ എത്ര അസ്വസ്ഥത ഉണ്ടായാലും അവരവരുടെ അസിഡിറ്റി മാറ്റാനുള്ള നടപടിയെടുക്കുക. ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ നടത്തുക. ഉപവാസങ്ങൾ, ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് മാസത്തിൽ 2 ഉപവാസം എടുക്കുക. കർക്കിടക കഞ്ഞി മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ ദേവി തന്നെ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞി ഒരു നേരം വെച്ച് കഴിക്കുക. അറ്റ്ലീസ്റ്റ് കർക്കിടക കഞ്ഞി എന്ന പാരമ്പര്യം നിലനിർത്തുക. നിങ്ങളുടെ ശരീരത്തിന് ഒരു രോഗവും ഇല്ല, നമ്മള് അതിനകത്ത് ഒരു ഗുണവും കിട്ടില്ല എന്ന് ആര് പറഞ്ഞാലും ശരി, നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നിലനിർത്തുക. അതിനു വേണ്ടിയിട്ട് കർക്കിടക കഞ്ഞി നമ്മുടെ കുട്ടികളിലേക്ക്, കർക്കിടക മാസം എന്നൊന്നും തലയിൽ കയറട്ടെ. ആ പ്രപഞ്ചം ഒന്നടങ്കമുണ്ടാകുന്ന മാറ്റത്തിൽ ഈ കർക്കിടക മാസത്തിന് പ്രകടമായ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും മനസ്സിൽ നിന്ന് കിടക്കാൻ വേണ്ടിയിട്ടെങ്കിലും കർക്കിടക കഞ്ഞി ആക്കുക. കാൽസ്യം മെഗ്നീഷ്യം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഹോമിയോയുടെ കൽക്കേരിയ ഫോസ്, മെഗ്നീഷ്യം ഫോസ്, 6X ജർമ്മനാണ്. രണ്ടും 5 വീതം, 5 5 10 ഗുളിക ഇടുക 3 നേരം. അപ്പൊ ഒരു ദിവസം ഒരു 30 ഗുളിക ചെല്ലും. ചെറിയ ഗുളികയാണ് ഹോമിയോ. ജർമ്മൻ ആയതുകൊണ്ട് വായിലിട്ടാൽ അലുത്തങ്ങ് പോയിക്കുള്ളൂ. ഇന്ത്യൻ പോരെ, ഇന്ത്യൻ മതി. പക്ഷെ ചിലർക്ക് അത് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജർമ്മൻ പ്രിഫർ ചെയ്യുന്നത്. ഇന്ത്യന്റെ മരുന്നിന്റെ ഇരട്ടി വിലയാണ് താനും. പക്ഷേ ജർമ്മൻ തന്നെ വാങ്ങുക, വെറുതെ കയറി ഗ്യാസ് ഉണ്ടാക്കണ്ട. പിന്നെ കാൽസ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മുരിങ്ങയില. കർക്കിടക മാസത്തിൽ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കർക്കിടക മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കയ്പില്ലെങ്കിൽ, മുരിങ്ങയിലയ്ക്ക് കയ്പില്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും കുടിക്കാം. ഒരു പിടി മുരിങ്ങയില എടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി വറ്റിച്ച് തിളച്ചത് വറ്റണം. അരിച്ചെടുത്ത് കുടിച്ചോളുക. കയ്പില്ലെങ്കിൽ കർക്കിടക മാസത്തിലും കുടിച്ചോളൂ. ഇപ്പൊ കർക്കിടക മാസം തന്നെ ഉണ്ടാകുന്നറിഞ്ഞില്ല. മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ശരീരത്തിന്റെ ഇളതാകൽ മുന്നോട്ടോ പിന്നോട്ടോ പോകാം.
പിന്നെ ഒന്ന് ചങ്ങലം പരണ്ട ചമ്മന്തി പണ്ട് ശബരിമലയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് കഴിച്ചിട്ടിരുന്ന ഒരു സാധനമാണ്. ആ ചങ്ങലം പരണ്ട ട്രഡീഷണലി നമ്മുടെ പ്രായ ആളുകൾക്ക് ഉണ്ടാക്കാൻ അറിയാം, ഉണ്ടാക്കി സൂക്ഷിക്കാൻ അറിയാം. എല്ലാവരും അത് കഴിക്കുക. നമ്മൾ പറയുന്നത് ഇതാണ്, വളർച്ചാ പീരീഡിൽ കുട്ടികൾക്ക് 14 വയസ്സ് വരികയും 55 വയസ്സ് കഴിഞ്ഞ പ്രായമായവരും പാലൂട്ടുന്ന അമ്മമാരും, അതായത് കുഞ്ഞിന് പാല് കൊടുക്കുന്ന അമ്മമാരും കാൽസ്യം അഡീഷണൽ കൺസ്യൂം ചെയ്തിരിക്കണം. അത് ഭക്ഷണത്തിലൂടെ ഗുളികയിലൂടെ കൺസ്യൂം ചെയ്തിരിക്കണം. കാരണം അസിഡിറ്റി വരുമ്പോഴും പ്രായമാകുമ്പോഴും തേയ്മാനങ്ങളുണ്ട്. വളർച്ചാ പീരീഡിൽ കാൽസ്യം കൂടുതൽ വേണം താനും. അതുകൊണ്ട് ഈ ഗുണത്തിൽപ്പെട്ടവര് കാൽസ്യം, മെഗ്നീഷ്യം ഹോമിയോടെ കഴിക്കാം, മുരിങ്ങയില കഴിക്കാം, ചങ്ങലം പരണ്ട, എല്ലൊടിയൻ എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് വർഗത്തിൽപ്പെട്ട ചെടിയുണ്ട്. വളരെ റയറാണത്. എങ്കിലും കഴിയുന്നത്ര അത് വെച്ചുപിടിപ്പിക്കാൻ, മരത്തിൽ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുക. അതിന്റെ ഇല ചതച്ച് കഞ്ഞി വെച്ച് കുടിക്കുന്ന ഈ കർക്കിടക മാസത്തിൽ ചങ്ങലം പരണ്ട ചമ്മന്തിയും എല്ലൊടിയന്റെ ഇല ഒരു 5 എണ്ണം എടുത്ത് ചതച്ച് കഞ്ഞിക്കകത്തിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് എടുത്ത് കളഞ്ഞ് കുടിക്കുക. എല്ലൊടിയൻ വളരെ നല്ല, ആദിവാസി മേഖലയിൽ എല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് നേരെ വെച്ച് കെട്ടി ഇത് ചതച്ച് വെച്ച് പൊതിഞ്ഞ് കെട്ടുകയും ഇതകത്ത് കഞ്ഞി വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടാണ് അവര് പൊറപ്പിച്ചെടുക്കുന്നത്, പൊറപ്പിച്ചെടുക്കുന്നത്. വളരെയധികം നല്ലൊരു പഠന ഗവേഷണം നടത്തേണ്ട ഒരു ഓർക്കിഡ് വർഗത്തിൽപ്പെട്ട ചെടിയാണ് എല്ലൊടിയൻ. പക്ഷെ കാര്യമായ ശ്രദ്ധ പതിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ഗുളികയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മറ്റൊന്ന്, കാൽസ്യം കൂടുതലുള്ള റാഗി, ഒരു മില്ലറ്റാണ് റാഗി. പണ്ട് കാലത്ത് കുട്ടികൾക്ക് നമ്മൾ കുറുക്കി കൊടുക്കുന്ന പഞ്ഞപ്പുല്ല് എന്ന് പറയുന്ന ഒരു സാധനം, അത് നിത്യഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. ചേമ്പിന്റെ താള് നല്ല കാൽസ്യം ഉള്ളതാണ്. പിന്നെ അകത്തി കാൽസ്യമുണ്ട്, നല്ല കാൽസ്യമുണ്ട്, അതിനകത്ത് അയഡിനും ഉണ്ട്. അതുകൊണ്ട് ഈ കർക്കിടക മാസം പൂർണ്ണമായും രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അകത്തി കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുക. ചേമ്പിൻ താള് വെച്ച് കഴിക്കുക. അകത്തി ചമ്മന്തിയിൽ അരച്ച് ചേർത്ത് കഴിച്ചാൽ മതി. ഒരു തണ്ടല എടുത്ത് ചമ്മന്തിയിൽ അരച്ച് ചേർക്കുക. അല്ലെങ്കിൽ അകത്തിപ്പൊടി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള പൊടി ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ ചാലിച്ച് എല്ലാവരും കഴിച്ചോളുക. കാരണം കർക്കിടക മാസത്തിൽ ഒരു ശരീര സംരക്ഷണം ഇത് ചെയ്തോളുക. എല്ലാവരും പ്രതിരോധ ശക്തി കൂട്ടാൻ ഇന്ന് ഇതിപ്പോ രോഗം വേഗം പൊറുക്കണം, അല്ലെങ്കിൽ കൂടെ രോഗം വരാതിരിക്കാൻ എല്ലാവരും പ്രതിരോധ സംവിധാനം എടുക്കേണ്ടതുണ്ട്. അതിൽ പ്രതിരോധ സംവിധാനം നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത് വിറ്റാമിൻ സി ആണ്. ഇപ്പൊ വിറ്റാമിൻ സി നെല്ലിക്കയിലുണ്ട്, പേരക്കയിലുണ്ട്, നാരങ്ങയിലുണ്ട്. ഇത് പരമാവധി കഴിച്ചോളുക. ചവനപ്രാശം ലേഹ്യം നെല്ലിക്ക കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ പീരീഡിൽ നമുക്ക് ശരീരത്തിന് രക്ഷ കൊടുക്കാനായിട്ട് ചവനപ്രാശം ലേഹ്യം കഴിക്കാം, അല്ലെങ്കിൽ ഒരു 3-4 നെല്ലിക്ക കഴിക്കുക. പേരക്ക പരമാവധി കഴിക്കുക. നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കുക. ഇല്ലെങ്കിൽ വിറ്റാമിൻ സി പൗഡർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതൊരു ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 നേരം ആഹാരത്തിന് ശേഷം. ആഹാരമുള്ളപ്പോൾ മാത്രമേ അത് കഴിക്കാവൂ. അത് സിന്തറ്റിക് ആണ്. അതുകൊണ്ട് അൾസർ ഉള്ളവർ കഴിക്കുകയും ചെയ്യരുത്. വിറ്റാമിൻ സി പൗഡർ കഴിക്കാം. പ്രതിരോധ ശക്തിക്ക് കൂടെ പനി വരുന്ന കുട്ടികൾക്ക് ഓറഞ്ച് ജ്യൂസിനകത്ത് വിറ്റാമിൻ സി പൗഡർ ഒരു നുള്ളിട്ട് കൊടുക്കുക. ജലദോഷം പനിയൊക്കെ മാറിക്കിട്ടും. കാരണം അവരുടെ പ്രതിരോധ ശക്തി കൂടിയിട്ടാണ്. മറ്റൊരു ആന്റി ഓക്സിഡന്റ്, വണ്ടർഫുൾ ആന്റി ഓക്സിഡന്റിൽ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്. പ്രതിരോധ ശക്തി കൂട്ടാൻ ഉതകുന്ന സാധനം ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഗുളികയാണ്. അത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. മുന്തിരിക്കുരുവിന്റെ എസൻസിൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഗുളിക. അത് ഒരു ഗുളിക വീതം 3 നേരം. ഇത് രണ്ടും നല്ല വണ്ടർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. റിസൾട്ട് കിട്ടിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. വിറ്റാമിൻ ബിയും സിയും ചേർന്ന ഗുളിക ഇംഗ്ലീഷ് മരുന്ന് കടയിൽ കിട്ടും. B+4 എന്ന് പറഞ്ഞ ഗുളിക കിട്ടും. അത് പ്രിഫറബിളി ടാബ്ലറ്റ് വാങ്ങുക. അതൊരു ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിക്കുക. ഇത് ഒരു ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതും എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇത് ഏത് രോഗത്തിനും നല്ലതാണ്.
വാദത്തിനും നല്ലതാണ്, ജലദോഷത്തിനും നല്ലതാണ്, ക്യാൻസറിനും നല്ലതാണ്, സോറിയാസിസിനും നല്ലതാണ്. കാരണം ഇത് പ്രതിരോധ ശക്തി കൂട്ടൽ മാത്രമാണ്, മരുന്നല്ല. പ്രതിരോധ ശക്തി കൂട്ടാൻ ഉള്ള മരുന്നുകൾ. ഇനി ഒരുപാട് വാദം വന്ന് മുട്ടിന് കീഴ്പോട്ട് വളഞ്ഞു പോയ ആൾക്കാരുണ്ടെങ്കിൽ, വാദം കൊണ്ട് നടക്കാൻ പാടില്ലാതെ ഇങ്ങനെ 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 നടക്കുന്നവർ, നടക്കാൻ പാടില്ലാതെ ആയി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, അതായത് ഒരുപാട് വാദസംബന്ധമായ പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ മഹാരാസ്നാദി അല്ലെങ്കിൽ ചെറിയ രാശനാദി കഷായ പൊടി ഔഷധി എന്ന് കിട്ടും. അതിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അതൊരു കുടിവെള്ളമാക്കി മാറ്റുക. അത് സപ്പോർട്ടീവാണ്. ആയുർവേദത്തിലെ 2 മരുന്നുകൾ, എനിക്ക് അറിയാവുന്ന മരുന്നുകൾ ഇതാണ്. വേറെ ഒരുപാട് മരുന്നുകൾ കാണുമായിരിക്കാം. മഹാരാസനാദി, ചെറിയ രാസനാദി, കഷായപ്പൊടി ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് വാദസംബന്ധമായ കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും തൈലം വേണമെന്നുണ്ടെങ്കിൽ ചിഞ്ചാതി തൈലം പുരട്ടി വെയിൽ കൊണ്ട് ചൂടാക്കുക, അല്ലെങ്കിൽ ചൂട് വയ്ക്കുക. ഇതൊക്കെ ചെയ്തു പോകാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് വാദസംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ഈ കൃത്രിമ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവർക്ക് വാദം പോലൊരു സാധനം വരും. റുമാറ്റിക് ആർത്രൈറ്റിസ് ആയി എന്നായിരിക്കും അവർ പറയുക. വാദസംബന്ധമായ കുറേ കുഴപ്പങ്ങൾ, മുട്ടിന് വേദന, നടക്കാൻ മേലാതെ വരരുത്. ഇത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി കൃത്രിമ വഴികൾ, ഹോർമോൺ എടുക്കുന്നവരിലും, നാച്ചുറലായിട്ട് അബോർഷൻ ആയവർക്ക് ആശുപത്രിയിൽ പോയി മരുന്നെടുത്തിട്ടുള്ളവരും, കുട്ടികൾ വേണ്ടാതെ അബോർഷൻ നടത്തിയിട്ടുള്ളവരിലും കാണുന്ന ഒരു വാദമുണ്ട്. ഈ വാദത്തെ പറ്റി സ്പെഷ്യലായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ വാദം മാറണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടിയാലേ മാറൂ. ആയുർവേദ മരുന്നുകളോ നമ്മൾ ഈ പറയുന്ന കാൽസ്യം ആഡ് ചെയ്തുകൊണ്ടോ മാറില്ല. എല്ലാത്തിനും പ്രതിരോധ ശക്തിക്ക് ഉപയോഗിക്കാം. ഇത് സ്പെസിഫിക് ആയിട്ട് വിറ്റാമിൻ സിയും ഗ്രേപ്സും വിറ്റാമിൻ ബിയും ഈ ഉള്ളവർ കഴിച്ചിരിക്കണം.